സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബൈന റജുലി വബൈന ശിർകി വൽ കുഫ്രി തർക്കു സ്വലാ. കുഫറിനും ഷിർക്കിനും ഒരു വ്യക്തിക്കും ഇടയിലുള്ള ഒരു കാര്യം എന്നാൽ അത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹ ഫഖദ് കഫർ. നമുക്കും അവർക്കും ഇടയിലുള്ള ഒരു അഹ്ദ്, ഒരു കരാർ, ഒരു വ്യത്യാസം എന്നാൽ അത് നിസ്കാരമാണ്. ആരാണോ നിസ്കാരം ഉപേക്ഷിക്കുന്നത് അവൻ കഫർ, അവൻ നിഷേധിച്ചിരിക്കുന്നു, അവൻ കുഫർ ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സ്വഹാബികൾ പറഞ്ഞതായി കാരണം ഒരു കാര്യം ഉപേക്ഷിച്ചാൽ കുഫറാകും എന്നുള്ളത് ഞങ്ങൾ പഠിച്ചിട്ടുള്ള നിസ്കാരത്തിന്റെ കാര്യത്തിലാണ് എന്നാണ്. അപ്പോൾ നിസ്കാരം ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുക എന്നുള്ളത് അത് ഗുരുതരമായ തിന്മയാണ്. മാത്രവുമല്ല അമലുകൾ അത് സ്വീകരിക്കപ്പെടാതിരിക്കാൻ, അത് പാഴായി പോകാനുള്ള ഒരു കാരണം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. നാളെ പരലോകത്ത് ഏറ്റവും ആദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്യുക നിസ്കാരത്തിന്റെ കാര്യമാണ്. ഫഇൻ സ്വലുഹത് നദറ ഫീ സായിരി അമലി. നിസ്കാരത്തിന്റെ കാര്യം അത് ശരിയാണ് എങ്കിൽ മറ്റ് അമലുകളുടെ കാര്യം നോക്കൂ. ഇനി വഇൻ ഫസദത് റുദ്ദ അലൈഹി സായിറു അമലി. നിസ്കാരത്തിന്റെ കാര്യം മോശമാണ് എങ്കിൽ അവന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവന്റെ മേൽ തള്ളപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.